വിവാദ പ്രസ്താവനയ്ക്ക് പിന്നാലെ മുതിർന്ന കോൺഗ്രസ് നേതാവ് PJ കുര്യനെതിരെ യൂത്ത് കോൺഗ്രസിൽ പടയൊരുക്കം തുടങ്ങി. സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിന് പിന്നാലെ PJ കുര്യനെ വിമർശിച്ച കൂടുതൽ നേതാക്കൾ രംഗത്ത് വന്നു. യൂത്ത് കോൺഗ്രസിന്റെ സമര പോരാട്ടങ്ങൾ കണ്ണു തുറന്ന് കാണണമെന്ന് സംസ്ഥാന സെക്രട്ടറി PA നോബൽ കുമാർ ഫേസ്ബുക്കിൽ പറഞ്ഞു. നിതിൻ അംബുജൻ കൊച്ചിയിൽ നിന്ന് ചേരുന്നു. നിതിൻ, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ SFI സർവകലാശാല ആസ്ഥാനത്ത് നടന്ന സമര പോരാട്ടം അദ്ദേഹത്തെ വല്ലാതെ ഹഠാത്താകർഷിച്ചു നമുക്ക് മനസ്സിലാകുന്നു. അതുകൊണ്ട് SFIക്കാർ അഗ്രസീവായി സമരം നടത്തുന്നു, നിങ്ങൾ കണ്ടോ എന്ന് പിന്നെയും PJ കുര്യൻ ചോദിക്കുന്നുണ്ടായിരുന്നു. ഈ വാർത്തയ്ക്ക് കാലത്ത് മനസ്സിൻ്റെ ഉള്ളറകളിൽ ചില അഗ്രസീവ്നെസ് അദ്ദേഹം സൂക്ഷിച്ചു വെച്ചുവെന്ന് അദ്ദേഹത്തിൻ്റെ ചെറുപ്രസംഗത്തിൽ നമുക്ക് മനസ്സിലാവുകയും ചെയ്തു. കൂടുതൽ വിവരങ്ങൾ. ഗുഡ് മോർണിംഗ്. SFI സമരത്തെ നേതാക്കളെല്ലാം വിമർശിച്ച് രംഗത്തെത്തുമ്പോഴാണ് PJ കുര്യൻ, കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് PJ കുര്യൻ അതിനെ പുകഴ്ത്തിക്കൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. ശുഭിത യൗവനത്തെ കൂടെ നിർത്തുന്ന SFI ആണെന്ന്, അതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസ് വിമർശിച്ചുമാണ് കഴിഞ്ഞ ദിവസം PJ കുര്യൻ ഒരു വേദിയിൽ, കോൺഗ്രസിന്റെ വേദിയിൽ തന്നെ പ്രസംഗിച്ചത്. ആ പ്രസംഗ വേദിയിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ മറുപടി നൽകിയിരുന്നു. പക്ഷേ അതിനുശേഷം വലിയ വിമർശനമാണ് PJ കുര്യന്റെ ഈ പ്രസംഗത്തിനെതിരെ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ഒന്നാകെ നടത്തിയിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ കണ്ണൂരിൽ നിന്നുള്ള നേതാക്കളും അതോടൊപ്പം തന്നെ പത്തനംതിട്ടയിലെ നേതാക്കളെല്ലാം ആ വിമർശനം ഉന്നയിച്ചു. ഏറ്റവും ഒടുവിലായി സംസ്ഥാന സെക്രട്ടറി PA നോബൽ കുമാറാണ് ഇപ്പോൾ ഫേസ്ബുക്കിലൂടെ ഈ പ്രസംഗത്തിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ സമര പോരാട്ടം കണ്ണു തുറന്ന് കാണണമെന്നാണ് സംസ്ഥാന സെക്രട്ടറി ആവശ്യപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ കഴിഞ്ഞ 9 വർഷം പിണറായി സർക്കാർ നടത്തിയ സമരത്തിന്റെ എല്ലാം തന്നെ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ PJ കുര്യൻ രംഗത്ത് വന്നിരിക്കുന്നത്. കണ്ണിന് തിമിരം ബാധിച്ചാൽ ചികിത്സിക്കണമെന്നും തരാൻ പറ്റുന്നതെല്ലാം പാർട്ടി തന്നില്ലേ എന്നാണ് വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സഹായിച്ചില്ലെങ്കിലും ഉപദ്രവിക്കരുതെന്ന വിമർശനവും ഉന്നയിക്കുന്നുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ PJ കുര്യന് പാർട്ടി നൽകിയ പദവികളെല്ലാം ചൂണ്ടിക്കാട്ടിയാണ് സമൂഹ മാധ്യമങ്ങളിലെ കോൺഗ്രസ് ഹാൻഡിലുകൾ ഇപ്പോൾ PJ കുര്യൻ രംഗത്ത് വന്നിരിക്കുന്നത്. പലതവണ ലോക്സഭയിലും അതോടൊപ്പം രാജ്യസഭയിലും പരിഗണിച്ചു. അതിനുശേഷം പാർട്ടി പിണറായി സർക്കാരിന്റെ രംഗത്ത് ശക്തമായ നിലയിൽ നിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ പിന്നിൽ നിന്ന് കുത്തുന്ന നടപടി PJ കുര്യന്റെ ഭാഗത്തും ഉണ്ടായിരിക്കുന്നത്. മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ മുല്ലപ്പള്ളി രാമചന്ദ്രനും KC ജോസഫും ഈ PJ കുര്യന്റെ പ്രസ്താവനയ്ക്ക് രംഗത്ത് വന്നിട്ടുണ്ട്. അങ്ങനെ യൂത്ത് കോൺഗ്രസിൽ ശക്തമായ ഒരു പടയൊരുക്കമാണ് PJ കുര്യനെതിരെ നടക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ PA നോബൽ കുമാർ ഉൾപ്പെടെയുള്ള നേതാക്കൾ എല്ലാം തന്നെ ഇപ്പോൾ വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇന്നലെ വൈകിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ PJ കുര്യനെതിരെ മറുപടിയുമായി രംഗത്ത് വന്നിരുന്നു. എന്തായാലും ശക്തമായ ഒരു പടയൊരുക്കം PJ കുര്യന്റെ പ്രസ്താവനയ്ക്കെതിരെ നടക്കുന്നുണ്ട്. കാരണം SFIയെ പുകഴ്ത്തിയും യൂത്ത് കോൺഗ്രസിനെ വിമർശിച്ചുമുള്ള ഈ നടപടിക്കെതിരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രത്യേകിച്ചും സമൂഹ മാധ്യമങ്ങളടക്കം PJ കുര്യനെതിരെ വലിയ വിമർശനവുമായിട്ടാണ് ഇപ്പോൾ രംഗത്തുള്ളത്. നിതിൻ അംബുജനാണ് വിവരങ്ങൾ നൽകിയത്.